രാജമൗലി സംവിധാനം ചെയ്യുന്ന മഹേഷ് ബാബു സിനിമയാണ് വാരണാസി. മഹേഷ് ബാബുവിന്റെ 29ാമത്തെ സിനിമയാണ്. പൃഥ്വിരാജും ഈ സിനിമയിൽ മെയിൻ ലീഡില് വരുന്നുണ്ട്. ഇത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ്. ഏറ്റവും വലിയ നിർമ്മാണ ചിലവിൽ വരുന്ന ഇന്ത്യൻ സിനിമ. 1000 കോടിയോളം രൂപയാണ് പടത്തിന്റെ ഏകദേശ ബഡ്ജറ്റായി പറയുന്നത്. അങ്ങനെ ഈ പടം എന്തായാലും 2027 വേൾഡ് വൈഡായി റിലീസ് ആവാൻ പോകുന്നത്. ഈ വലിയ സിനിമയുടെ ഫസ്റ്റ് റിവീൽ, അതായത് പടത്തിന്റെ ടൈറ്റിൽ കുറച്ചു ദിവസം മുമ്പ് ഒഫീഷ്യലായി റിവീൽ ചെയ്തിരുന്നു. പടത്തിന്റെ ടൈറ്റിൽ വാരണാസി എന്നാണ്. അങ്ങനെ ഒരു ടൈറ്റിൽ ഗ്ലിംസ് ആണ് അവർ പുറത്തുവിട്ടത്. ഈ ഒരു ഗ്ലിംസിലൂടെ തന്നെ അവർ ഈ പടത്തിന്റെ വേൾഡിനെ പറ്റിയും ആ വേൾഡിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതിനെ പറ്റിയും വ്യക്തമായ സൂചനകൾ തന്നിട്ടുണ്ട്. മാജിക്കൽ റിയലിസത്തിന്റെ ഒക്കെ ഒരു എക്സ്ട്രീം പരിപാടിയാണ് ഈ വേൾഡിൽ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമുക്കും ഒരു ഹോളിവുഡ് മോഡിൽ ഒരു പടം വരാൻ പോവാണ്. കണ്ടന്റ്, ക്വാളിറ്റി, ക്യാൻവാസ്, ഇതെല്ലാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബ്രാൻഡിന്റെ കൈകളിലായതുകൊണ്ട് പടം തീയായിരിക്കും. പുള്ളി ഇതൊക്കെ എങ്ങനെ ചിന്തിച്ച് കൂട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും ചിന്തിച്ച് കൂട്ടുന്നതൊക്കെ അതേപോലെ തന്നെ പുള്ളി സ്ക്രീനിലും കൊണ്ടുവരും. ഒരു രാജമൗലി സിനിമയ്ക്കും ഓവർ ഹൈപ്പ് ഒരു പ്രശ്നമല്ല. നീയൊക്കെ എന്ത് വേണമെങ്കിലും പ്രതീക്ഷിച്ചോ, അതിന്റെയൊക്കെ അപ്പുറത്തേക്ക് തന്നെ മേക്കിംഗ് പോകുന്ന തരത്തിലാണ് ഓരോ രാജമൗലി സിനിമ ഉള്ളത്. അതുപോലൊരു സിനിമ തന്നെയാണ് ഈ വാരണാസി. വാരണാസിയുടെ കൺസെപ്റ്റ് എന്താണെന്ന് അവർ ഗ്ലിംസിലൂടെ തന്നെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. പുരാതന കാലത്തെ വാരണാസിയിൽ തുടങ്ങി പിന്നീട് പല കാലങ്ങളിലൂടെ അന്റാർട്ടിക്കയും ആഫ്രിക്കൻ വനങ്ങളും കടന്ന് വീണ്ടും രാമായണം നടന്ന ലങ്കാ നഗരവും വാരണാസിയിലെ മണികർണിക കട്ട് എന്ന് തുടങ്ങി പ്രപഞ്ച നിയമങ്ങൾക്കും അപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു സിനിമയാണ് വാരണാസി. ഗ്ലോബ് ട്രോട്ടർ എന്നായിരുന്നു പടത്തിന്റെ വർക്കിംഗ് ടൈറ്റിൽ. ഗ്ലോബ് ട്രോട്ടർ എന്ന് വെച്ചാൽ ലോകസഞ്ചാരി. ലോകസഞ്ചാരിക്കപ്പുറം ഇയാളൊരു സമയസഞ്ചാരിയാണ്, അതായത് ടൈം ട്രാവലർ ആണ്. ഇതൊരു ടൈം ട്രാവൽ സിനിമയാണ്. ഗ്ലിംസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പല കാലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ടൈം ട്രാവൽ എന്ന കൺസെപ്റ്റ് ആണ്. എന്നാൽ ഇത് സാധാരണ ടൈം ട്രാവൽ സിനിമകൾക്ക് അപ്പുറം കാലങ്ങളിലേക്ക് മാത്രമല്ല ടൈം ട്രാവൽ നടത്തുന്നത്, യുഗങ്ങളിലേക്കാണ്. ത്രേതായുഗത്തിലെ രാമായണം പോലും ഇവിടെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലിംസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ പടത്തിന്റെ കഥാ പശ്ചാത്തലത്തെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ആ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. നമുക്ക് ഈ ഗ്ലിംസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകുന്നതിന് മുമ്പ് ഇതിലെ ക്യാരക്ടേഴ്സിനെ ഒന്ന് പറഞ്ഞു പോവാം. പടത്തിൽ മെയിൻ ആയിട്ടുള്ളത് 3 ലീഡാണ്: നായകൻ, നായിക, വില്ലൻ. മഹേഷ്, പ്രിയങ്ക, പൃഥ്വിരാജ്. പിന്നെ എന്റെ സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്, അത്രയും സ്ട്രെയിൻ എടുത്ത് സംസാരിക്കാൻ വയ്യ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഒരു ഡിലേ വന്നത്. ഇനിയും ഡിലേ ആക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോഴേ വീഡിയോ അങ്ങ് ചെയ്തത്. അപ്പോൾ ഒന്ന് സഹകരിക്കാം, ഓക്കെ? ഇതിൽ ആദ്യം പൃഥ്വിരാജിന്റെ ക്യാരക്ടർ എടുത്താൽ ക്യാരക്ടർ നെയിം കുംഭ. കുംഭ എന്ന ക്യാരക്ടർ ഒരു വയ്യാത്ത ഒരാളാണ്, എന്ന് വെച്ചാൽ കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയാത്ത ഒരാൾ. പുള്ളി ഒരു റോബോട്ടിക് വീൽ ചെയറിന്റെ സഹായത്തോടെയാണ് സഞ്ചരിക്കുന്നത്. പുള്ളി ഒരു സയന്റിസ്റ്റ് ആണ്, അത് അവർ ഓൾറെഡി ക്ലിയർ ചെയ്തൊരു സംഭവമാണ്. രാജമൗലി സിനിമകളിലെ ഏറ്റവും പേടിപ്പിക്കുന്ന വില്ലൻ എന്നൊക്കെയാണ് കുംഭ എന്ന ക്യാരക്ടറെ പറ്റി അവർ പറയുന്നത്. രണ്ടാമത്തെ ക്യാരക്ടർ മന്ദാകിനിയാണ്. മഹേഷിനൊപ്പമുള്ള ഒരു ക്യാരക്ടറാണ്, സഞ്ചാരിയാണ്. ഇതിനപ്പുറത്തേക്ക് കൂടുതലായിട്ടൊന്നും ഈ ക്യാരക്ടറിനെ പറ്റി റിവീൽ ചെയ്തിട്ടില്ല. മൂന്നാമത്തെ ക്യാരക്ടർ ലീഡ് മഹേഷ് ബാബു. ക്യാരക്ടർ നെയിം രുദ്ര. പുള്ളിയാണ് ടൈം ട്രാവലർ. പല യുഗങ്ങളിൽ ലോകം മൊത്തം സഞ്ചരിച്ച് പുരാതന രഹസ്യങ്ങൾ കണ്ടെത്താൻ പോകുന്ന ഒരു ക്യാരക്ടറാണ്. പേര് രുദ്ര എന്നായതുകൊണ്ട് ശിവന്റെ രുദ്രാംശമായാണ് ഈ ക്യാരക്ടറിനെ ഈ പടത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ക്യാരക്ടറിനെ കുറിച്ച് കൂടുതലായി പറഞ്ഞാൽ രാജമൗലിയുടെ ഹീറോ, അതിനപ്പുറത്തേക്കൊന്നും വേണ്ട. ഇനി നമുക്ക് ഗ്ലിംസിലേക്ക് വരാം. ഗ്ലിംസിന്റെ ഓപ്പണിംഗ് ഷോട്ട് തന്നെ വാരണാസിയാണ്, അതും 512 CE വാരണാസി. അടുത്ത ഷോട്ട് ഇതാണ്. ഋഷിമാർ ഹോമം നടത്തുന്നതായി കാണാം. ഹോമകുണ്ടത്തിൽ നിന്നും തീ മുകളിലേക്ക് ആളുന്നതായും കാണാം. ആ തീയിൽ നിന്നുള്ള ഒരു ബ്ലെൻഡിങ് ഷോട്ടായാണ് അടുത്ത ഷോട്ട് വരുന്നത്. ഒരു ഉൽക്ക ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്നതായി കാണാം. എന്നാൽ അതിന്റെ പിന്നാലെ അതിനേക്കാൾ ലക്ഷക്കണക്കിന് ഇരട്ടി വലിപ്പമുള്ള ഒരു ആസ്ട്രോയിഡ് വരുന്നതായും കാണാം. ആസ്ട്രോയിഡ് അറിയാലോ, ചിഹ്നഗ്രഹം. ഈ ആസ്ട്രോയിഡിന്റെ പേരെന്ന് പറയുന്നത് ശംഭാവി എന്നാണ്. 2027 ഇത് ഭൂമിയിലേക്ക് പതിക്കാനിരിക്കുന്നത്. ഇപ്പൊ വർഷം 2025. 2 വർഷം ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഇത്. എന്നാൽ പടം റിലീസ് ആവുന്നത് 2027 ആയതുകൊണ്ട് പടത്തിന്റെ കഥാ പശ്ചാത്തലം വെച്ച് പ്രസന്റ് ആണ്. അടുത്ത ഷോട്ട് അന്റാർട്ടിക്ക ആണ്. അന്റാർട്ടിക്കയിലെ റോസ് ഐസ് ഷെൽഫ്. അന്റാർട്ടിക്ക അറിയാലോ, ജനവാസം വളരെ കുറഞ്ഞ സ്ഥലമാണ്, ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശം. അവിടെ ഒരു ഐസ് പർവ്വതത്തിലേക്ക് വലിഞ്ഞു കയറുന്ന കുറെ പേരെ കാണാം. താഴെയായി ഒരു ചെറിയ എയർ ബോട്ടും കാണാം. അവർ അവിടുന്ന് എന്തോ കണ്ടെത്താൻ വന്നതാണ്. അവിടുന്ന് കട്ട് ചെയ്താൽ അതിന്റെ അണ്ടറിൽ, അതായത് അന്റാർട്ടിക്കയുടെ ആഴങ്ങളിൽ ഒരു പുരാതന കപ്പൽ മുങ്ങിക്കിടക്കുന്നേ കാണാം. ആ കപ്പൽ കണ്ടെത്താൻ അറിയാം, അത് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു ക്രാഫ്റ്റ് ആണ്, പുരാതന പായ്ക്കപ്പലാണ്. ആ കപ്പൽ കണ്ടിട്ട് പുരാതന ഭാരതീയ നിർമ്മിതി തന്നെയാണ്. ഇതിൽ കപ്പൽ മാത്രമല്ല, ആ കപ്പൽ മുങ്ങുമ്പോൾ അതിലുണ്ടായിരുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു ഐസിൽ ഫ്രീസായി അവിടെ എവിടെയും സ്റ്റക്കായി കിടക്കുന്നത് കാണാം. എത്ര നൂറ്റാണ്ടായാലും കിടക്കുന്നത് ഇമാതിരി ഐസിലായതുകൊണ്ട് ഒരു ഡാമേജ് സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ പുരാതന ഇന്ത്യൻ നിർമ്മിത കപ്പൽ എങ്ങനെ അന്റാർട്ടിക്കൻ ഐസ് ആഴങ്ങളിൽ മുങ്ങിപ്പോയെന്ന് ചോദിച്ചാൽ അതിനും വ്യക്തമായ തിയറി ഉണ്ട്. വഴി പറഞ്ഞുതരാം. അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് ആഫ്രിക്കയാണ്. ഇവിടെ ഒരുപാട് മൃഗങ്ങളെ കാണാം. ആന, സീബ്ര, കാട്ടുപോത്ത്, ജിറാഫ്, അങ്ങനെ കുറെ. ഇവിടെ പാരച്യൂട്ടിൽ വന്നിറങ്ങുന്ന ഒരാളെയും കാണാം. അത് മിക്കവാറും രുദ്രയായിരിക്കും. അതിന്റെ അടുത്ത ഷോട്ട് ഇതേ സ്ഥലത്തിന്റെ മറ്റൊരു ഫ്രെയിമാണ്. വെള്ളത്തിൽ ഒരു ഹിപ്പോ കൂട്ടത്തിൽ പെട്ടുപോയ ഒരു കുരങ്ങനെ ആരോ രക്ഷിക്കുന്നതായി കാണാം. അതും രുദ്രയാവാം.
അത് കഴിഞ്ഞുള്ള ഷോട്ട് ഒരു കേവ് ആണ്. ഉഗ്രവെട്ടി കേവ് എന്ന് പറയും. വാണാഞ്ചലിലാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു ഹിഡൻ ടെമ്പിൾ പോലെയാണ് ഈ കേവ് ഉള്ളത്. ഇവിടെ നമുക്കൊരു ശില്പത്തെ കാണാം. ആ ശില്പം ചിന്നമസ്ത എന്ന് പറയുന്ന ഒരു ദേവീ സങ്കല്പമാണ്. അപ്പോൾ മുകളിൽ നിന്ന് പ്രിയങ്കയുടെ മന്ദാകിനി എന്ന് പറയുന്ന ക്യാരക്ടർ കേവിലേക്ക് വീഴുന്നത് പോലെയാണ് കാണിച്ചിട്ടുള്ളത്. പ്രിയങ്ക ആ കേവിലേക്ക് വീഴുന്ന സമയത്ത് ഒരേപോലെയുള്ള ഒരുപാട് പേരെ അവിടെ കാണാൻ സാധിക്കും. അവന്മാര് വില്ലന്റെ ആൾക്കാരാവാനാണ് സാധ്യത. കാരണം ഈ സിറ്റുവേഷനിൽ നടക്കുന്ന ഒരു പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മന്ദാകിനി ആരെയൊക്കെ ഷൂട്ട് ചെയ്യുന്നത് പോലെയാണ് ഉള്ളത്. അപ്പോൾ അവന്മാര് വില്ലന്റെ ടീമാണ്. ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം, കുംഭ, മന്ദാകിനി, രുദ്ര, ഇവർ 3 പേരും 3 രീതിയിൽ ഒരേ എയിമോട് കൂടി എന്തോ കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ്. മന്ദാകിനി കേവിലേക്ക് വീഴുമ്പോൾ അവിടെയുള്ളത് കുംഭയുടെ ആൾക്കാരാണ്. കാര്യം ഇതേ കോസ്റ്റ്യൂമിൽ പൃഥ്വിരാജിന്റെ കൂടെ കുറെ പേര് ആദ്യം ലീക്കായ വീഡിയോയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇതേ ഫ്രെയിമിൽ ആ ദേവിയുടെ താഴെയായി നമ്മൾ ആദ്യം കണ്ടതുപോലെ ഒരു ഋഷി ഹോമം ചെയ്യുന്നതായിട്ടും കാണാം. അടുത്ത ഷോട്ട് അവിടെ നേരെ കട്ട് ചെയ്ത ത്രേതയുഗത്തിലാണ്. ലങ്കാ നഗരം 7200 BCE. ഇവിടെ രാമായണ യുദ്ധം നടക്കുന്ന ആ ഒരു കാലഘട്ടമാണ്. ഇവിടെ ഹനുമാന്റെ വാല് നോക്കിയാൽ അതിൽ കൂടെ ഒരു രഥം ഓടിച്ചു പോകുന്ന രുദ്രയും പിന്നാലെ വീൽ ചെയറിൽ കുംഭയും കാണാം. അപ്പോ കുംഭയ്ക്ക് വേണ്ടിയാണ് രുദ്ര ആ രഥം ഓടിക്കുന്നതെന്നുള്ള ഒരു ഡീറ്റെയിലിംഗ് ആയിരിക്കാം. അടുത്തത് കുംഭകർണന്റെ വധത്തിന് തൊട്ടുമുമ്പുള്ള ഒരു ഷോട്ടാണ്. വാനരന്മാരുടെ സഹായത്തോടെ കുംഭകർണന്റെ വലുപ്പത്തിനൊപ്പം കയറി രാമൻ കുംഭകർണന് നേരെ അസ്ത്രമെയ്യുന്ന ഒരു ഷോട്ടാണ്. അവിടുന്ന് ആ അസ്ത്രത്തിൽ നിന്നും വാരണാസിയിലെ മണികർണിക കട്ടിൽ ഒരു പോർട്ടൽ രൂപപ്പെടുന്നത് പോലെയാണ് ഇതുള്ളത്. അവിടുന്ന് അടുത്തത് രുദ്രയുടെ റിവീലാണ്. പഴയ കാലത്ത് പുരാതന വാരണാസിയിൽ നന്ദിയുടെ പുറത്ത് കയറി ത്രിശൂലം പിടിച്ച് വരുന്നതായാണ് കാണിക്കുന്നത്. ഇത്രയാണ് ആ ഗ്ലിംസിലൂടെ കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം, ഡീകോഡ് ചെയ്യാം. ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. വാരണാസി, അന്റാർട്ടിക്ക, ആഫ്രിക്ക, ലങ്ക. ഇതിൽ നമുക്ക് ആദ്യം പടത്തിന്റെ ടൈറ്റിലായ വാരണാസി തന്നെ എടുക്കാം. വാരണാസി അഥവാ കാശി ലോകത്തിലെ ഏറ്റവും പ്രാചീന നഗരങ്ങളിൽ ഒന്നാണ് കാശി. ഋഗ്വേദ കാലം മുതലേ കാശിയെ പറ്റി പരാമർശനമുണ്ട്. പുരാണങ്ങൾ പ്രകാരം ഭഗവാൻ ശിവൻ സ്വയം സ്ഥാപിച്ച നഗരമാണ് വാരണാസി അഥവാ കാശി. ഭഗവാൻ ശിവൻ ഭൂമിയിൽ പാർക്കാനായി തിരഞ്ഞെടുത്ത സ്ഥലം. ഒരു മനുഷ്യന്റെ ജനനമരണ ചക്രങ്ങൾ വാരണാസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം. വാരണാസിയിൽ മരിക്കുന്നവർക്ക് മോക്ഷം ഉറപ്പെന്ന് വിശ്വസിക്കുന്നു. ശിവന്റെ ജടയിൽ നിന്നും നേരിട്ടൊഴുകുന്ന ഗംഗ മനുഷ്യരെ ഈ ജന്മത്തിലെ പാപങ്ങൾ കഴുകി മരിക്കുന്നവർക്ക് മോക്ഷം നൽകുന്നു. ഹിന്ദു മിത്തോളജിയുമായി ആഴത്തിൽ കണക്ട് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് വാരണാസി. വാരണാസിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് മണികർണിക ഘട്ടാണ്. അത് ഈ ഗ്ലിംസിലും ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. വാരണാസിയിലെ ഗംഗാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന 24 മണിക്കൂറും 365 ദിവസവും മുടങ്ങാതെ നിരന്തരമായി ദഹനകർമ്മം നടക്കുന്ന സ്ഥലമാണ് ഈ മണികർണിക ഘട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദഹന ശ്മശാനം. കഴിഞ്ഞ 2000 വർഷത്തിലേറെയായി ഒരിക്കൽ പോലും മണികർണിക ഘട്ടിലെ തീ അണഞ്ഞിട്ടില്ല. ഒരു നിമിഷം പോലും ഈ തീ അണയില്ല. ഇപ്പോഴും ഡെയിലി 100-ലേറെ ദഹനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഈ തീ അണഞ്ഞാൽ അത് ലോകാവസാനത്തിന് തുല്യമാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ദഹനത്തീ അണയാതെ കത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇനി അടുത്ത സ്ഥലങ്ങളാണ് അന്റാർട്ടിക്കയും ആഫ്രിക്കയും. ഈ പടത്തിന്റെ ഒരു കഥാ പശ്ചാത്തലം വെച്ച് പല യുഗങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളും അതും പ്രസന്റുമായിട്ടുള്ള കണക്ഷനും ആയിരിക്കും. അപ്പോൾ ഈ അന്റാർട്ടിക്കയും ആഫ്രിക്കയും ഹിന്ദു മിത്തോളജിയും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചോദിച്ചാൽ ശാസ്ത്രീയപരമായിട്ട് യാതൊരു ബന്ധവുമില്ല. തെളിയിക്കപ്പെട്ട ചരിത്ര തെളിവുകളൊന്നുമില്ല. പക്ഷെ മറ്റൊന്നുണ്ട്, മിത്ത്. ഇതൊരു സയൻസ് ഫിക്ഷൻ, മിത്തോളജി, ഫാന്റസി പടം ആയതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ആ മിത്ത് ഓപ്പൺ ചെയ്യാം. ആ മിത്താണ് കുമരി കണ്ടം. ഈ ഗ്ലിംസിന്റെ ഒരു പ്രധാന പോയിന്റിൽ ആഫ്രിക്ക കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ സിനിമയുടെ ഒരു പ്രധാന സംഭവം നടക്കുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു ദ്വീപിലാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് കുംഭയുടെ പോസ്റ്റർ. ഈ പോസ്റ്ററിൽ കുറച്ച് മരങ്ങൾ കാണിക്കുന്നുണ്ട്. അത് മഡഗാസ്കറിൽ മാത്രം വ്യാപകമായി കണ്ടുവരുന്ന അഡാൻസോണിയ ഗ്രാൻഡിഡിയറി എന്ന് പറയുന്ന ബയോബാപ് ട്രീകളാണ്. മഡഗാസ്കർ എന്ന ദ്വീപിന്റെ ഒരു ഫേസ് ആണ്, ഒരു മുഖഛായയാണ് ഈ മരങ്ങൾ. ഈ പോസ്റ്ററിൽ ഈ മരങ്ങൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടും ഗ്ലിംസിൽ ആഫ്രിക്കൻ വനങ്ങൾ കാണിച്ചിരിക്കുന്നത് കൊണ്ടും ഇതെല്ലാം ലീഡ് ചെയ്യുന്നത് മഡഗാസ്കറിലേക്കാണ്. മഡഗാസ്കറും ഹിന്ദു മിത്തോളജിയും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചോദിച്ചാൽ ഭൂമിശാസ്ത്രപരമായി ഒരു ചരിത്ര ബന്ധമുണ്ട്. ഇതിനെ ഹിസ്റ്ററി ക്ലാസ് ആക്കാതെ സിനിമാറ്റിക് ആയിട്ട് സിമ്പിളായി പറഞ്ഞുതരാം. 19-ാം നൂറ്റാണ്ടിൽ മഡഗാസ്കർ, ഓസ്ട്രേലിയ, ഇന്ത്യ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള പരസ്പരം ഒരു ബന്ധവും വരാൻ സാധ്യതയില്ലാത്ത ഈ പ്രദേശങ്ങളിൽ നിന്നും ഒരേപോലെയുള്ള ജീവജാലങ്ങളുടെയും സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും ഫോസിൽ കണ്ടെടുത്തു. ഈ ഫോസിൽ DNA-ക്ക് 25% കൂടുതൽ മാച്ചിങ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഡയറക്റ്റ് മാച്ചിങ്. ഒരു വലിയ കടലിന്റെ 3 ദിക്കിലായി ഇത്രയും കിലോമീറ്റർ വ്യത്യാസത്തിൽ കിടക്കുന്ന ഈ പ്രദേശങ്ങൾ എങ്ങനെ ഇങ്ങനെയൊന്നും സംഭവിച്ചെന്ന് അക്കാലത്ത് ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുടെ തല കറക്കി. പക്ഷികളാണെങ്കിൽ പറന്നു പോയെന്നെങ്കിലും പറയാം, മത്സ്യങ്ങളാണെങ്കിൽ നീന്തി പോയെന്നും പറയാം. ഈ വൃക്ഷങ്ങളും സസ്യങ്ങളും എങ്ങനെ പോയി? അപ്പോൾ ഈ ദേശാടന പക്ഷികൾ കൊത്തിക്കൊണ്ടുപോയ ആ ഒരു പോസിബിലിറ്റി നോക്കിയപ്പോഴാണ് അവരെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം കണ്ടെത്തുന്നത്. ഈ 3 പ്രദേശങ്ങളുടെയും മണ്ണിന്റെ ഘടനയും സെയിം ആയിരുന്നു. പരസ്പരം ഒരു ലാൻഡ് മാസ് ഇല്ലാതെ ഇങ്ങനെയൊന്ന് ഒരിക്കലും സംഭവിക്കത്തില്ല. അപ്പോഴാണ് അതിനിർണായകമായ ഒരു സംഭവം കൂടി കണ്ടെത്തുന്നത്.
മെഡഗാസ്കറിൽ മാത്രം കണ്ടുവരുന്ന തൊട്ടടുത്തുള്ള മെഡഗാസ്കറിന്റെ കോണ്ടിനെന്റൽ ലാൻഡായ ആഫ്രിക്കയിൽ പോലും ഇല്ലാത്ത, ലോകത്ത് മറ്റെവിടെയും ഇല്ലാത്ത ലീമർ എന്ന ജീവിയുടെ ഏൻഷ്യൻ ഫോസിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്നും കണ്ടെത്തി. DNA മാച്ചിങ് ആയിരുന്നു. പരസ്പരം ഒരു കണക്ഷനും ഇല്ലാതിരുന്ന ഈ രണ്ട് പ്രദേശങ്ങളിൽ എങ്ങനെ ഇതുപോലൊരു കാര്യം സംഭവിച്ചു? ലോകത്ത് മറ്റെവിടെയും ഇല്ലാത്ത ലീമർ എങ്ങനെ സൗത്ത് ഇന്ത്യയിൽ? ഈ ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഫിലിപ്പ് സ്കാൽറ്ററിനെ ഇതിന്റെ പിന്നാലെ പോകാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ പുള്ളി ഇതിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു. ഇന്ത്യ, ഓസ്ട്രേലിയ, മഡഗാസ്കർ ഈ 3 പ്രദേശങ്ങൾ തമ്മിലുള്ള കണക്ഷൻ കണ്ടെത്താൻ പുള്ളിയെപ്പോലെ തന്നെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും ശ്രമിച്ചിരുന്നു. ഈ മൃഗങ്ങൾക്കും വൃക്ഷങ്ങൾക്കും ഫോസിലിനും പുറമെ അവർ ഒരു കാര്യം കൂടി കണ്ടെത്തി. മഡഗാസ്കറിലെ മലഗസി ഭാഷയും ഓസ്ട്രേലിയയിലെ ചില ട്രൈബ്സിന്റെ ഭാഷയും പഴയ തമിഴ് വോക്കൽസുമായിട്ട് ചെറിയ സാമ്യം ഉണ്ടായിരുന്നു. 3 ഭാഷയിലും സിമിലറായ സൗണ്ടിന്റെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ 3 പ്രദേശങ്ങൾ തമ്മിൽ ചിന്തകൾക്കും അതീതമായ ഒരു കണക്ഷൻ ഉണ്ടെന്ന് അയാൾ ഉറപ്പിച്ചു. ഈ 3 പ്രദേശങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഈ 3 പ്രദേശങ്ങൾക്കും ഇടയിൽ മുമ്പ് എപ്പോഴോ ഒരു ലാൻഡ് മാസ് അല്ലെങ്കിൽ ഒരു ലാൻഡ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു എന്ന് അയാൾ പ്രസ്താവിച്ചു. അങ്ങനെ അവരുടെ പ്രസ്താവനയ്ക്ക് അയാൾ ഒരു ക്ലിയർ ഇമേജ് കൊണ്ടുവന്നു. ഭൂഖണ്ഡം 10,000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഈ 3 പ്രദേശങ്ങളെയും കണക്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ ഈ 3 പ്രദേശങ്ങളും ഉൾപ്പെട്ടിരുന്ന ഒരു വലിയ ഭൂഖണ്ഡം ഉണ്ടായിരുന്നു. ആ ഭൂഖണ്ഡത്തിന് അയാൾ ഒരു പേര് കൊടുത്തു, ലെമൂറിയ. കടലിനടിയിൽ കാണാതായ ഭൂഖണ്ഡം എന്നാണ് അയാൾ ഇതിനെ വിളിച്ചത്. ഇത് സയന്റിഫിക്കലി പ്രൂവ് ആക്കാൻ വേണ്ടി നടന്ന ഫിലിപ്സിന്റെ ഒരു പോരാട്ടമൊന്നും ആയിരുന്നില്ല, പുള്ളിയുടെ ഒരു ഐഡിയ മാത്രമായിരുന്നു. പിന്നീട് ഈ ഒരു തിയറി അടപടലം പൊളിഞ്ഞെങ്കിലും ഫിലിപ്സിന്റെ ഐഡിയക്ക് ലീഡ് കൊടുക്കുന്ന ചില സംഭവങ്ങൾ സൗത്ത് ഇന്ത്യയിൽ നടന്നു. 1864 ഫിലിപ്പ് സ്കാൽറ്റർ തന്റെ മാമൽസ് ഓഫ് മഡഗാസ്കറിൽ ഈ പ്രസ്താവന നടത്തുന്നത്. എന്നാൽ ഇതിനും 2000 വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച സംഘം കൃതികൾ കടലിൽ മുങ്ങിപ്പോയ ഒരു വലിയ ഭൂഖണ്ഡത്തെ കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ആ ഭൂഖണ്ഡമാണ് കുമരിഖണ്ഡം. കന്യാകുമാരി, തിരുവനന്തപുരം മുതൽ മഡഗാസ്കർ വരെ, മഡഗാസ്കർ മുതൽ ഓസ്ട്രേലിയ വരെ നീണ്ടുകിടന്ന ഒരു വലിയ ഭൂഖണ്ഡമായിരുന്നു കുമരിഖണ്ഡം. ഇന്നത്തെ ശ്രീലങ്കയൊക്കെ ഈ കുമരിഖണ്ഡത്തിൽ ഉൾപ്പെട്ട പ്രദേശമായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രാചീന ലിറ്ററേച്ചറാണ് സംഘം ലിറ്ററേച്ചർ. ഏതാണ്ട് 2000 വർഷത്തോളം ഈ ലിറ്ററേച്ചറിന് പഴക്കമുണ്ട്. ഈ സംഘകൃതികളിൽ ഇത്തരം ഒരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നതായി പറയുന്നുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് അഡ്വാൻസ്ഡ് ആയ ഒരു സിവിലൈസേഷൻ നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ ഭാഗത്ത് നിലനിന്നിരുന്നു. ആ ഒരു പ്രദേശത്തെ ഇതിൽ കുമരിഖണ്ഡം എന്ന് പറയുന്നു. ഈ ഒരു പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തെ കവർ ചെയ്യുന്ന ഒരു പ്രദേശമായിട്ടാണ്. അതായത് ഇന്ത്യയിൽ നിന്നും മഡഗാസ്കറിലൂടെ ആഫ്രിക്ക, അവിടെ നിന്ന് നേരെ ഓസ്ട്രേലിയ. ഈ ഒരു കണക്ഷനിലാണ് ഈ ഒരു കോണ്ടിനെന്റ് ഉള്ളത്. സംഘം ലിറ്ററേച്ചർ അനുസരിച്ച് ഈ ഒരു ഭൂഖണ്ഡത്തിന്റെ ജിയോഗ്രഫിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ്. 3 ഭാഗത്തും കടലാണ്. അങ്ങനെ കാലങ്ങൾ കഴിയുന്തോറും കടലിൽ വെള്ളത്തിന്റെ അളവ് കൂടി വന്നു. അങ്ങനെ ഈ ഒരു പ്രദേശം വൈകാതെ കടലിനുള്ളിൽ ആകുമെന്ന് ഉറപ്പായ അവിടുത്തെ ജനങ്ങൾ മഡഗാസ്കർ, ഓസ്ട്രേലിയ, ഇന്ത്യ എന്നീ പ്രദേശങ്ങളിലേക്ക് മാറി. അങ്ങനെ ഈ ഭൂഖണ്ഡം പൂർണ്ണമായും കടൽ മുങ്ങിപ്പോയത് കാരണം രൂപപ്പെട്ട 2 ദ്വീപുകളാണ് മഡഗാസ്കറും ശ്രീലങ്കയും. ഇനി ഈ കുമരിഖണ്ഡം എന്ന് പറയുന്ന പ്രദേശത്ത് ജീവിച്ചിരുന്നതായി പറയപ്പെടുന്നത് ഇപ്പോഴത്തെ തമിഴ് ജനതയുടെ പൂർവികരാണ്. നമ്മളും അതിലൊക്കെ ഉൾപ്പെടും. ഈ ചേരപാണ്ഡ്യ ചോള രാജവംശത്തിന്റെ ഉത്ഭവസ്ഥാനം കുമരിഖണ്ഡം എന്നാണ് ഇതിൽ പരാമർശിക്കുന്നത്. അതായത് തമിഴ്നാട്, കേരളം ഇവിടെയുള്ള പഴയ ആളുകൾ 16,000 വർഷങ്ങൾക്ക് മുമ്പ് കുമരിഖണ്ഡത്തിൽ നിന്നും ഇവിടേക്ക് കുടിയേറിയതാണെന്നാണ് പറയുന്നത്. അന്ന് കുമരിഖണ്ഡം ഭരിച്ചിരുന്നത് പരതൻ എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നെന്നും ചില പഴയകാല കൃതികളിൽ പരാമർശിക്കുന്നുണ്ട്. അന്ന് ഇവിടെയുള്ള ആളുകൾ എന്ത് തരത്തിലുള്ള ജോലികളാണ് ചെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ ഈ പ്രദേശത്തിന്റെ 3 ദിക്കിലും കടലായിരുന്നത് കൊണ്ടും കടലേറ്റത്തിന്റെ സൂചനകൾ മുൻനിർത്തി വ്യാപകമായി പായ്ക്കപ്പലുകൾ നിർമ്മിച്ചിരുന്നതെന്നും ഈ കൃതികളിൽ പറയുന്നുണ്ട്. അങ്ങനെ 16,000 BC കുമരിഖണ്ഡം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മുങ്ങിത്താഴുന്നു എന്നാണ് മിത്ത്. ഈ 16,000 BC എന്ന് പറയുമ്പോൾ രാമായണം നടക്കുന്നതിനും 8,000 വർഷങ്ങൾക്ക് മുമ്പ്. രാമായണം 7,200 BC-യിലായിരുന്നു. അങ്ങനെ കുമരിഖണ്ഡത്തിന്റെ ഒരു എഫക്റ്റ് ആണ് മഡഗാസ്കറിനും ഓസ്ട്രേലിയക്കും ഇന്ത്യക്കും ഇടയിലുള്ളത്. ശ്രീലങ്കൻ തമിഴിന് പോലും കുമരിഖണ്ഡവുമായി ബന്ധമുള്ളതായി തിയറികൾ പറയുന്നു. എന്തിന് രാമായണത്തിൽ പോലും ഡയറക്റ്റ് ആയി കുമരിഖണ്ഡത്തെ മെൻഷൻ ചെയ്യുന്നില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയി കുമരിഖണ്ഡത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. രാമായണത്തിൽ വാനര സൈന്യം ദക്ഷിണ ഭാഗത്തേക്ക് പോകുമ്പോൾ കടൽ മുങ്ങിപ്പോയ പട്ടണങ്ങളെ കുറിച്ചും നഷ്ടപ്പെട്ട ദ്വീപുകളെ കുറിച്ചും ഭംഗിയുള്ള എന്നാൽ ഇപ്പോൾ ഇല്ലാത്ത കടൽ മൂടിയ ഭൂമിയെ കുറിച്ചും വാൽമീകി പരാമർശിക്കുന്നുണ്ട്. അതുപോലെ ഹനുമാൻ ആദ്യം കടൽ കടക്കുമ്പോൾ ഇപ്പോൾ ഇല്ലാത്ത ഭാഗികമായോ മുഴുവനായോ കടലെടുത്ത നഗരങ്ങളുടെ അവശിഷ്ടങ്ങൾ എന്നും പറയുന്നുണ്ട്. ഉദാഹരണത്തിന് രാമൻ കടൽ മാർഗം ലങ്കയിലേക്ക് പോയ രാമസേതു. ചില പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് കുമരിഖണ്ഡം എന്ന വൻകരയുടെ അവശിഷ്ടങ്ങളായിരിക്കാം ശ്രീലങ്കയുടെ രാമസേതു ഉൾപ്പെടുന്ന പ്രദേശവും. പക്ഷെ ശാസ്ത്രീയമായിട്ട് ഈ ഒരു തിയറി മുന്നോട്ടുണ്ടോ പറ്റത്തില്ല. ചില വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് കുമരിഖണ്ഡത്തിന്റെ ഭാഗങ്ങൾ മുങ്ങിയ ശേഷം അവശേഷിച്ച ഭാഗങ്ങളിലേക്ക് എത്താനാണ് രാമൻ പാലം പോലും നിർമ്മിച്ചതെന്നാണ്. അതായത് മുങ്ങിപ്പോയ ഭൂമിയെ രാമസേതുവിലൂടെ രാമൻ കണക്ട് ചെയ്തു. പിന്നെ ഈ രാമസേതു ഉള്ള ഭാഗം വലിയ ആഴമൊന്നുമില്ല. രാമസേതുവിന്റെ ഏറ്റവും കൂടിയ ആഴം 26 അടിയാണ്. അതും ചില ഭാഗങ്ങളിൽ മാത്രം.
15-ാം നൂറ്റാണ്ടിലെ ചുഴലിക്കാറ്റിന് മുമ്പ് ഇന്ത്യയിൽ നിന്നും ലങ്കയിലേക്ക് രാമസേതുവിലൂടെ നടന്നു പോകാൻ കഴിയുന്ന ആഴം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പറയുന്നുണ്ട്. കാര്യം അത് ശാസ്ത്രീയപരമായി നോക്കിയാൽ കറക്റ്റ് ആണ്. കാര്യം 16,000 BC കുമരികണ്ഠം മുങ്ങിയതാണെങ്കിൽ 7,200 ആ പ്രദേശത്ത് വലിയ ആഴം കാണില്ല. അതിന് ചില അവശിഷ്ടങ്ങൾ കുഞ്ഞു കുഞ്ഞു ദ്വീപ് പോലെ അവിടെ ഇടയ്ക്ക് ഉണ്ടാവും. പിന്നെ ഈ രാമസേതു ഉള്ള ലങ്കയും ധനുഷ്കോടിയുമായി കണക്ട് ചെയ്യുന്ന ഭാഗം പണ്ടൊരു വൻകരയായിരുന്നു എന്നും ശാസ്ത്രീയപരമായി തെളിയിക്കപ്പെട്ടതാണ്. ഇനി ഇതിനെ നമ്മൾ ഈ കഥയിലേക്ക് എങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നു ചോദിച്ചാൽ അന്റാർട്ടിക്കയും കുമരികണ്ഠവും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചോദിച്ചാൽ ശാസ്ത്രീയപരമായി ഇതുവരെ ഒരു തെളിവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എങ്കിലും ചില പുരാണങ്ങളും സിദ്ധാന്തങ്ങളും ഇവയെ തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. കുറെ വർഷങ്ങൾക്ക് മുമ്പ്, കുറെ എന്ന് പറഞ്ഞാൽ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് അന്റാർട്ടിക്ക ഇന്നത്തെ പോലെ ഐസ് മൂടിയൊരു പ്രദേശം ആയിരുന്നില്ല. ഗോണ്ട്വാന മഹാഭൂഖണ്ഡം വിഘടിക്കുന്നതിന് മുമ്പ് ഇന്ത്യയും അന്റാർട്ടിക്കയും ഭൗതികമായി ബന്ധപ്പെട്ടിരുന്നു. ഈ സമയത്ത് കുമരികണ്ഠം എന്ന സാങ്കല്പിക വൻകരയുടെ ഭാഗങ്ങൾ ഇന്ത്യയുടെയും അന്റാർട്ടിക്കയുടെയും ഇടയിലായി നിലനിന്നിരിക്കാമെന്നാണ് ഈ തിയറി പറയുന്നത്. ഗോണ്ട്വാന എന്ന മഹാഭൂഖണ്ഡം വിഘടിച്ചതിന്റെ ഭാഗമായി ലാൻഡ് ഡ്രിഫ്റ്റ് സംഭവിച്ചാണ് ഇന്ത്യ, ഓസ്ട്രേലിയ, മഡഗാസ്കർ, അന്റാർട്ടിക്ക ഈ പ്രദേശങ്ങൾ 4 ദിക്കിലായത്. ഇതാണ് കറക്റ്റ്. എന്നാൽ ഈ ലാൻഡ് ഡ്രിഫ്റ്റ് എഫക്റ്റിൽ ഈ പ്രദേശങ്ങൾക്കൊപ്പം കുമരികണ്ഠം ഉണ്ടായിരുന്നതായി ചില പുരാണ രേഖകളിൽ പറയുന്നുണ്ട്. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, അതിന്റെ സയന്റിഫിക് സൊല്യൂഷൻ ഒക്കെ തമ്മിപ്പോയ ഈ വീഡിയോ ഒന്നും മതിയായില്ല. അങ്ങനെ ഗോണ്ട്വാന വിഘടിച്ച് ഇങ്ങനായി. അങ്ങനെ അവിടുന്ന് കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഐസേജിന്റെ, അതായത് ഹിമയുഗത്തിന്റെ എൻഡ് ആയപ്പോഴേക്കും ഏതാണ്ട് 16,000 BC ഒക്കെ ആയപ്പോഴേക്കും ഭൂമിയിൽ ഒരു വലിയ പോളാർ ഷിഫ്റ്റ് സംഭവിച്ചു. അതായത് മഞ്ഞുരുകി ഭൂമിയിലെ ജലനിരപ്പ് ഉയർന്നു. അങ്ങനെ താഴ്ന്ന ഭൂഖണ്ഡമായിരുന്ന കുമരികണ്ഠം ഇതുമൂലമുണ്ടായ വലിയ പ്രളയത്തെ തുടർന്ന് അപ്രത്യക്ഷമായി, അല്ലെങ്കിൽ കടലിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയി. ഇതിൽ ഈ തിയറിയിൽ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഈ കഥയുമായി ഇതിനെ കണക്ട് ചെയ്യുന്നത്. ലെമൂറിയ, അതായത് കുമരികണ്ഠം അപ്രത്യക്ഷമാകുമ്പോൾ അതിന്റെ പുരാതന നാഗരികതയുടെ ശേഷിപ്പുകൾ അന്റാർട്ടിക്കയിൽ ഐസിനടിയിൽ സംരക്ഷിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ സീനിനെയും ഈ തിയറിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല, മറ്റൊരു പുരാണ കഥ കൂടി ഇതിന് പിന്നിലുണ്ട്. മഹാവിഷ്ണുന്റെ അവതാരമായ മത്സ്യാവതാരത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? മഹാവിഷ്ണുന്റെ ദശാവതാരങ്ങളിൽ ആദ്യത്തെ അവതാരമായിരുന്നു മത്സ്യാവതാരം. ഭൂമിയിൽ സംഭവിച്ചൊരു മഹാപ്രളയത്തിൽ നിന്നും ജീവജാലങ്ങളെയും സപ്തഋഷികളെയും വേദങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് മഹാവിഷ്ണു മത്സ്യാവതാരമായി വന്നത്. വിരോധമില്ലെങ്കിൽ ചെറുതായിട്ട് ആ കഥ എന്ന് പറഞ്ഞുതരാം. പണ്ട് ദക്ഷിണേന്ത്യയിലെ ഒരു ദ്രാവിഡ രാജ്യത്തിലെ രാജാവായിരുന്നു സത്യവ്രതൻ. ഒരു ദിവസം ഈ സത്യവ്രതൻ രാജാവ് നദിയിൽ തർപ്പണം ചെയ്യാനായി കൈക്കുള്ളിൽ വെള്ളം എടുത്തു. ആ വെള്ളത്തിൽ ഒരു ചെറിയ കുഞ്ഞു മത്സ്യം ഉണ്ടായിരുന്നു. ആ മത്സ്യം രാജാവിനോട് പറഞ്ഞു, ഈ നദിയിലെ വലിയ മത്സ്യങ്ങൾ ഭക്ഷിക്കാതെ എന്നെ സംരക്ഷിക്കണമെന്ന്. അങ്ങനെ ആ കുഞ്ഞു മത്സ്യത്തോട് രാജാവിന് ദയ തോന്നി തന്റെ കയ്യിലുണ്ടായിരുന്ന പാത്രത്തിലിട്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ഈ മീനെ. അങ്ങനെ കൊട്ടാരത്തിലെത്തിയ രാജാവ് ആ കുഞ്ഞു മത്സ്യത്തെ ഒരു പാത്രത്തിലിട്ട് വളർത്തുന്നു. എന്നാൽ ഓരോ ദിവസം കഴിയുന്തോറും ഈ മത്സ്യം വലുതായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ രാജാവ് ഈ മത്സ്യത്തെ ഒരു കുളത്തിലേക്ക് മാറ്റി. കുളത്തിലിട്ടിട്ട് പിന്നെയും മത്സ്യം വലുതായപ്പോ രാജാവ് അതിനെ ഒരു തടാകത്തിലേക്ക് മാറ്റി. അങ്ങനെ ഈ മീൻ തടാകത്തിനേക്കാളും വലുതായപ്പോ സമുദ്രത്തിലേക്ക് മാറ്റി, അതായത് കടലിൽ. അങ്ങനെ ആ മത്സ്യം കടലിലെത്തിയപ്പോ രാജാവിനെ അതിന്റെ യഥാർത്ഥ വിശ്വരൂപം കാണിച്ചു. ആ മത്സ്യരൂപത്തിൽ ഉണ്ടായിരുന്നത് സാക്ഷാൽ മഹാവിഷ്ണു ആണെന്ന് സത്യവ്രതന് മനസ്സിലായി. അങ്ങനെ മത്സ്യം സത്യവ്രതനോട് ഇങ്ങനെ പറഞ്ഞു, ഇന്നു മുതൽ 7-ാം നാൾ ഇവിടെ ഒരു മഹാപ്രളയം സംഭവിക്കും. എല്ലാ ജീവജാലങ്ങളും നശിച്ചു പോകും. എല്ലാ സ്ഥലങ്ങളിലും വെള്ളം നിറയും. പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാനായി സപ്തഋഷികളെയും സസ്യങ്ങളെയും ജീവജാലങ്ങളെയും ശേഖരിച്ച് ഒരു വലിയ കപ്പലിൽ കയറുക. ആ പ്രളയത്തിൽ ഈ കപ്പൽ ഒഴുകി നടക്കുമ്പോ എന്റെ കൊമ്പിൽ ഈ കപ്പലിനെ ബന്ധിപ്പിക്കുക. ഞാൻ നിങ്ങളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിക്കാം. അങ്ങനെ പറഞ്ഞതുപോലെ 7-ാം നാള് മഹാപ്രളയം സംഭവിച്ചു. സത്യവ്രതൻ മത്സ്യത്തിന്റെ നിർദ്ദേശമനുസരിച്ച് സപ്തർഷികൾ, സസ്യങ്ങൾ, ഔഷധങ്ങൾ, മറ്റ് ജീവജാലങ്ങൾ എന്നിവയെ ശേഖരിച്ച് കപ്പലിൽ കയറ്റി. അങ്ങനെ പ്രളയജലത്തിൽ കരകാണാതെ ഒഴുകിയ കപ്പലിനടുത്ത് മഹാവിഷ്ണു ഒരു വലിയ സ്വർണ്ണ മത്സ്യമായി പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ രാജാവ് കപ്പലിനെ വാസുകി സർപ്പത്തെ കയറാക്കി മത്സ്യത്തിന്റെ കൊമ്പിൽ കെട്ടി. ഇതേ സമയം തന്നെ ഹൈഗ്രീവൻ എന്ന അസുരൻ പ്രളയത്തിന്റെ മറവിൽ വേദങ്ങളെ മോഷ്ടിച്ച് കടലിനടിയിൽ ഒളിപ്പിച്ചു. ഒടുവിൽ മത്സ്യാവതാരം ഹൈഗ്രീവനെ വധിച്ച് വേദങ്ങൾ വീണ്ടെടുത്തു. എങ്കിലും അതിലും ഭാഗികമായ നഷ്ടങ്ങൾ സംഭവിച്ചു. അങ്ങനെ പ്രളയത്തിന്റെ കാലം അത്രയും വിഷ്ണു ആ കപ്പലിനെ സുരക്ഷിതമായി വഹിക്കുകയും സത്യവ്രതന് ബ്രഹ്മജ്ഞാനം ഉപദേശിക്കുകയും ചെയ്തു. പ്രളയം അവസാന ശേഷം വിഷ്ണു കപ്പലിനെ മറ്റൊരു തീരത്ത് എത്തിച്ചു. അങ്ങനെ പുതിയ സൃഷ്ടിക്ക് തുടക്കം കുറിച്ചു എന്നാണ് കഥ. ലോകം മുഴുവൻ നശിക്കാൻ കാരണമായ മഹാവിഷ്ണുവിന്റെ മത്സ്യാവതാര കഥയിലെ പ്രളയം തന്നെയാണ് ദക്ഷിണേന്ത്യയിലെ പ്രാചീന ദ്രാവിഡ പ്രദേശമായ കുമരികണ്ഠം മുങ്ങിപ്പോകാൻ കാരണമായ പ്രകൃതി ദുരന്തം എന്നും പല പണ്ഡിതന്മാരും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒരു ഗ്ലോബൽ ഡിസാസ്റ്ററിന്റെ പ്രാദേശികമായ ഓർമ്മപ്പെടുത്തലാണ് കുമരികണ്ഠത്തിന്റെ ഐതിഹ്യം. ദ്രാവിഡ രാജ്യത്തിലെ രാജാവിനെ ആ പ്രളയത്തിൽ നിന്നും വിഷ്ണു രക്ഷിക്കുന്നത്
പ്രളയം ബാധിച്ചത് ഈ കുമരികണ്ഠം എന്ന പ്രദേശത്തെയാണ് എന്നതിന്റെ ഒരു ഇൻഡയറക്റ്റ് സൂചനയായി കണക്കാക്കുന്നുണ്ട്. ദ്രാവിഡ സംസ്കാരത്തിന്റെ ഉറവിടമായ കുമരികണ്ഠം നശിക്കുമ്പോൾ അതിന്റെ സംസ്കാരത്തെയും ജനതയും പ്രതിനിധീകരിക്കുന്ന രാജാവിനെ രക്ഷിച്ചതിലൂടെ ആ സംസ്കാരത്തിന് ഒരു പുതിയ തുടക്കം ഇന്നത്തെ തമിഴകത്തിലൂടെ നൽകിയതായിക്കൂടെ എന്നൊരു മൂല്യമുള്ള ചോദ്യവും ഇവിടെ ഉണ്ട്. ഈ കുമരികണ്ഠം നഷ്ടപ്പെട്ടതോടെ അവിടെ നിലനിന്നിരുന്ന ആദ്യത്തെ തമിഴ് സംഘം നശിച്ചു പോയതായി തമിഴ് ഐതിഹ്യങ്ങളിൽ പറയുന്നുണ്ട്. ഈ സംഘത്തിലായിരുന്നു പുരാതന തമിഴ് ഭാഷയും സാഹിത്യവും സംരക്ഷിക്കപ്പെട്ടിരുന്നത്. വിഷ്ണു വേദങ്ങളെ മോഷ്ടിച്ച അസുരനിൽ നിന്നും അത് വീണ്ടെടുത്ത കഥയുമായി ഈ നഷ്ടപ്പെട്ട സംഘത്തെ ഈസിയായി കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാം കഥകളായതുകൊണ്ട് കണക്ട് ചെയ്യാൻ ഈസിയാണ്. അങ്ങനെ എന്തായാലും വാരണാസി സിനിമയിൽ രാജമൗലി കുമരികണ്ഠത്തെയാണ് കൊണ്ടുവരുന്നെങ്കിൽ അതൊരു ഭീകര സംഭവമായിരിക്കും, ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം നമ്മൾ ഇന്ത്യക്കാർക്കിടയിൽ ഇത്രയും നിഗൂഢമായി കിടക്കുന്ന ഒരു മിത്ത് അല്ലെങ്കിൽ ഒരു മിസ്റ്ററി വേറെ ഇല്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് യതി പോലും വരും. 3 രാജ്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തിരുന്ന ഒരു വൻ ഭൂഖണ്ഡം. പുരാണങ്ങൾ അനുസരിച്ച് നമ്മൾ സൗത്ത് ഇന്ത്യക്കാരുടെ യഥാർത്ഥ മണ്ണ്, ലോകത്തിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് സിവിലൈസേഷൻ നടന്ന സ്ഥലം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതൊക്കെ വന്നാൽ കിളി പറക്കും, അമ്മാതിരി സംഭവം. യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്താൽ ആയിരക്കണക്കിന് വീഡിയോ വരും. ഇതൊക്കെ കൊണ്ടുവന്ന സംഭവം നൈസായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലുള്ള കണ്ടന്റിലൊക്കെ കയറി തൊടാൻ നിലവിൽ രാജമൗലിക്ക് സാധിക്കും. ഇതൊക്കെ അങ്ങയുടെ കയ്യിൽ കിട്ടേണ്ട ഐറ്റം ആണ്. അത് കറക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തയിലേക്ക് പോകാം. വാരണാസി സിനിമയിലെ രാമായണം. വാരണാസി സിനിമയിലെ രാമായണത്തിന് ഒരു വ്യത്യാസമുണ്ട്. ഈ രാമായണം മറ്റൊരു പെർസ്പെക്റ്റീവിലാണ് ഉള്ളത്. ഇതിൽ രാമനും രാവണനും തമ്മിലുള്ള യുദ്ധമല്ല. ഈ സിനിമയിൽ ഹനുമാനും കുംഭകർണനും തമ്മിലുള്ള ഒരു രാമായണമാണ് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കുംഭകർണൻ ആരാണെന്ന് അറിയാലോ, പൃഥ്വിരാജ്, കുംഭ. ഇനി ഹനുമാൻ ആരാണെന്ന് ചോദിച്ചാൽ ഹനുമാനാണ് രുദ്ര, മഹേഷ് ബാബു. നിങ്ങൾ ഈ കുംഭകർണൻ പൃഥ്വിരാജ് ആയതുകൊണ്ട് രാമൻ മഹേഷ് ബാബു ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനല്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഈ ഗ്ലിംസിൽ തന്നെയുണ്ട്. ഈ വിഷ്വൽസിൽ വലുതായി കാണിച്ചിരിക്കുന്നത് ഹനുമാനെയും കുംഭകർണനെയാണ്. ഇതൊരു ഹിഡൻ ഡീറ്റെയിൽ ആണ്. ഇത് മാത്രമല്ല, രാമായണത്തിൽ ഹനുമാനെയും കുംഭകർണനെയും തുല്യ ശക്തികളായാണ് കാണിച്ചിരിക്കുന്നത്. കുംഭകർണൻ ഉണർന്നു വന്ന സമയം മുതൽ ഹനുമാനുമായി ഘോര യുദ്ധം നടന്നിട്ടും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിക്കാൻ സാധിച്ചില്ല. യുദ്ധത്തിൽ രണ്ടുപേർക്കും പരസ്പരം കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല. ഇങ്ങനെ യുദ്ധത്തിൽ രണ്ടുപേർക്കും പരസ്പരം ആരെയും തോൽപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ രണ്ടുപേരും കൂടുതൽ വയലന്റ് ആയി. കുംഭകർണൻ വാനരന്മാരെ പിടിച്ച് തിന്ന് ഹനുമാൻ അതിന് മരം പിഴുതടിച്ചു. അങ്ങനെ ഇവർ രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ വലിയ ഇമ്പാക്റ്റുകൾ സംഭവിച്ചു. ഭൂമികുലുക്കം വരെ ഉണ്ടായി. സാധാരണ ഒരു യുദ്ധത്തിൽ തോൽക്കുന്ന സൈന്യത്തിലാണ് കൂടുതൽ പേര് മരിക്കുന്നതെങ്കിൽ ഇവർ അടികൂടി എല്ലാവരും മരിക്കുന്ന അവസ്ഥ എത്തിയപ്പോഴാണ് രാമൻ ഇടപെട്ട് കുംഭകർണനെ തീർക്കുന്നത്. ഇത് ഈ വിഷ്വലിൽ കാണിക്കുന്നുണ്ട്. വയലന്റായി നിൽക്കുന്ന ഹനുമാനെയും കുംഭകർണനെയും കാണാം. അപ്പോ ഇത് തന്നെ ആവാം രാജമൗലിയുടെ തോട്ടും. പരസ്പരം തോൽപ്പിക്കാൻ കഴിയാത്ത രണ്ട് ശക്തികൾ തമ്മിലുള്ള പോരാട്ടം. ഇതിൽ നമുക്ക് ആദ്യം കുംഭകർണനെ എടുക്കാം. ദേവന്മാര് പോലും ഭയന്നിരുന്ന ഒരു അസുരനായിരുന്നു കുംഭകർണൻ. പുള്ളി ഭയങ്കര നീറ്റും സ്ട്രെയിറ്റും ആയിരുന്നു. രാവണനെ പോലെ തേഞ്ഞ സ്വഭാവമൊന്നുമില്ല. പുള്ളി ധർമ്മത്തിൽ വിശ്വസിച്ചിരുന്നു. ഇപ്പോ ഈ യുദ്ധം നടക്കുമ്പോഴാണ് കുംഭകർണൻ ഉറക്കൊഴിയുന്നത്. അപ്പൊ പുള്ളി ആദ്യം ഫുഡ് കഴിച്ച് സീതയെ തട്ടിക്കൊണ്ടു വന്നതിന് രാവണനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. പിന്നെ സഹോദരന്മാരായതുകൊണ്ടും യുദ്ധം ഓൾറെഡി നഷ്ടങ്ങൾ വരുത്തിയത് കൊണ്ടും മാത്രമാണ് കുംഭകർണൻ രാമനെതിരെ യുദ്ധം ചെയ്യുന്നത്. അപ്പൊ പുള്ളി പക്കാ നീറ്റായിരുന്നു. അങ്ങനെ യുദ്ധത്തിൽ രാവണന്റെ സൈന്യം വീക്ക് ആവുമ്പോഴാണ് കുംഭകർണനെ കുത്തി ഉണർത്തുന്നത്. അങ്ങനെ കുംഭകർണൻ വന്ന് വാനര സൈന്യത്തെ ദുർബലമാക്കുന്നുണ്ട്. പറക്കി എറിയുമായിരുന്നു വാനരന്മാരെയൊക്കെ വാരി തിന്ന്. എന്തിന് നേരത്തെ പറഞ്ഞതുപോലെ ഹനുമാനോട് വരെ കട്ടയ്ക്ക് ഡോമിനേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ രാമന്റെ സൈന്യത്തെ ശരിക്കും വിറപ്പിച്ച ഒരാളായിരുന്നു കുംഭകർണൻ. പിന്നീട് പ്രശ്നം രൂക്ഷമായപ്പോഴാണ് രാമൻ ഇടപെട്ട് കുംഭകർണനെ വധിക്കുന്നത്. ഇന്ദ്രാസ്ത്രം ഉപയോഗിച്ചാണ് രാമൻ കുംഭകർണനെ വീഴ്ത്തിയത്. ആദ്യത്തെ അസ്ത്രത്തിൽ വലത് കൈ, പിന്നീട് ഇടത് കൈ, പിന്നെ കാലുകൾ, ലാസ്റ്റ് തല. യുദ്ധത്തിൽ കൈകാലുകൾ വിച്ഛേദിച്ചാണ് കുംഭകർണൻ മരിക്കുന്നത്. അതിന്റെ ഒരു എഫക്റ്റ് ആയിരിക്കാം ഫ്യൂച്ചറിലെ പൃഥ്വിരാജിന്റെ കുംഭ ഇങ്ങനെ കൈകാലുകൾ അനക്കാൻ കഴിയാതെ റോബോട്ടിക് വീൽ ചെയറിൽ ഇരിക്കുന്നത്. ഒരുപക്ഷെ രാമായണത്തിൽ കുംഭകർണൻ മരിച്ചില്ലായിരുന്നെങ്കിൽ കൈകാലുകൾ നഷ്ടപ്പെട്ടപ്പോ ഒരു വൻ പവർ ഹൗസ് ആയിട്ട് ഇങ്ങനെയൊക്കെ വന്നിരുന്നേനെ. ഈ ഒരു കഥയുടെ ഒരു ആധുനികവൽക്കരണമാകാം ഇത്. അപ്പൊ പൃഥ്വിരാജിന്റെ ഈ ഒരു കുംഭ എന്ന ക്യാരക്ടർ എത്ര പവർഫുൾ ആണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി അടുത്തത് ഹനുമാൻ. പടത്തിൽ ഹനുമാന്റെ റെഫറൻസിൽ വരുന്നത് മഹേഷ് ബാബു ആണ്. പേര് രുദ്ര. രുദ്ര എന്ന ഈ പേരിനും ഹനുമാനും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഹനുമാൻ ശിവന്റെ 11ാമത്തെ രുദ്രാവതാരമായാണ് കണക്കാക്കപ്പെടുന്നത്. രാവണനെ വധിക്കാൻ വിഷ്ണു ഭഗവാൻ ശ്രീരാമനായി അവതരിച്ചപ്പോ അദ്ദേഹത്തെ സഹായിക്കാനായി ശിവൻ തന്റെ രുദ്രാവതാരമായി ഹനുമാൻ അവതാരം നൽകിയെന്നാണ് വിശ്വാസം.
ഇത് ശിവപുരാണം, രാമചരിതമാനസ, ഹനുമാൻ ചാലിസ എന്നീ ഗ്രന്ഥങ്ങളൊക്കെ വ്യക്തമായിട്ട് പരാമർശിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഹനുമാൻ ഒരു ഗ്ലോബ് ട്രോട്ടർ കൂടിയാണ്. ലോകം മുഴുവൻ സഞ്ചരിച്ച ഒരു ദൈവമാണ് ഹനുമാൻ. ഭൂമിക്കൊപ്പം പ്രകാശത്തിലൂടെയും ഹനുമാൻ സഞ്ചരിച്ച കഥകളുണ്ട്. മാമ്പഴമാണെന്ന് കരുതി സൂര്യനെ വരെ വിഴുങ്ങിയ കഥയുണ്ട്. രാമായണത്തിലായാലും ഹനുമാനുമായി ബന്ധപ്പെട്ട മറ്റേത് കഥകളായാലും ലോകം മുഴുവൻ സഞ്ചരിച്ചായി പരാമർശിച്ചിട്ടുള്ള ഒരു ദൈവമാണ് ഹനുമാൻ. ഹനുമാൻ ഒരു യഥാർത്ഥ ഗ്ലോബ് ട്രോട്ടർ ആണ്. പിന്നെ ഹനുമാൻ ഒരു ടൈം ട്രോട്ടർ കൂടിയാണ്. ഹനുമാൻ കാലചക്രത്തിലൂടെ സഞ്ചരിച്ച കഥയുണ്ട്. നമ്മളത് നേരത്തെ കാന്താര ഡീകോഡിങ്ങിലൊക്കെ ഫുള്ള് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെ മഹേഷ് ഹനുമാനാണെന്ന് കൺഫേം ചെയ്യുന്ന ഒരുപാട് ഡീറ്റെയിലിംഗ് ഇതിലുണ്ട്. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി കാണിക്കാം. ദേ ഇവിടെ ഒരുപാട് ഹിപ്പോപ്പൊട്ടാമസിന്റെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു കുരങ്ങനെ കാണാം. ഇതിൽ ഹിപ്പോ കുംഭകർണനാവാം, ഹനുമാൻ കുരങ്ങനാവാം. അങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് ആവാം ഇത്. ഇനി നമുക്ക് പടത്തിന്റെ കഥാ പശ്ചാത്തലത്തിലേക്ക് വരാം. ഈ പടത്തിന്റെ കഥ എന്ന് പറയുന്നത് ലോകത്തെ രക്ഷിക്കുന്ന ഒരു കഥയാണ്. 2027 ഭൂമിയെ ലക്ഷ്യമാക്കി ഒരു ചിഹ്നഗ്രഹം വരുന്നു. അത് ഭൂമിയിലേക്ക് പതിച്ചാൽ വലിയ നാശം, ചിലപ്പോ മനുഷ്യരാശിയെ തന്നെ ഇല്ലാതാക്കാൻ ശേഷിയുള്ളതാവാം. കാരണം അതിന്റെ വലിപ്പം അത്രയ്ക്കും വലുതാണ്. ആസ്ട്രോയിഡിന്റെ പേര് ശംഭാവി. ഈ ആസ്ട്രോയിഡ് ഭൂമിയിലേക്ക് പതിക്കുന്നതിന്റെ സൂചനയായി ചെറിയ ചെറിയ ഉൽക്കകൾ ഭൂമിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗത്തും പതിച്ചിരിക്കാം. ഇത് ഈ വിഷ്വലിൽ തന്നെ ക്ലിയർ ആക്കുന്നുണ്ട്. ആസ്ട്രോയിഡിന് മുന്നേ തന്നെ കുറെ ഉൽക്കകൾ പോകുന്നതായിട്ട് കാണാം. അപ്പൊ വരാനിരിക്കുന്ന ഈ വലിയ ദുരന്തത്തിന്റെ സൂചനകളായി പടത്തിൽ കാണിക്കാൻ പോകുന്നത് ഭൂമിയിലേക്ക് പതിക്കുന്ന ഈ ഉൽക്കകളാവാം. ഇതിനുള്ളൊരു സൊല്യൂഷൻ തപ്പിയാവണം രുദ്ര ടൈം ട്രാവൽ നടത്തുന്നത്. ഈ ടിക് 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 സിനിമയിലൊക്കെ കാണിക്കുന്നതിന്റെ മറ്റൊരു പരിപാടി ഈ വലിയ ആസ്ട്രോയിഡിൽ നിന്നും ഭൂമിയെ രക്ഷിക്കൽ. അപ്പൊ ഈ ശംഭാവി ആസ്ട്രോയിഡും പുരാണവുമായിട്ട് എന്ത് ബന്ധമെന്ന് ചോദിച്ചാൽ, ഇവിടെ ആസ്ട്രോയിഡ് കാണിക്കുന്നതിന് മുമ്പ് കുറെ ഋഷിമാർ ഹോമം ചെയ്യുന്നതായി കാണാം. ആ തീയിൽ നിന്നാണ് ഈ ആസ്ട്രോയിഡ് വിസിബിൾ ആവുന്നത്. ഈ പണ്ട് കാലത്തൊക്കെ പ്രവാചകന്മാര് പ്രവചനം നടത്തിയിരുന്നത് തീയിൽ നോക്കിയാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ മൈക്കൽ അസ്ട്രോണോമസ് ഒക്കെ ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. അപ്പൊ 2027 ഭൂമിയിലേക്ക് പതിക്കാൻ പോകുന്ന ഈ ചിഹ്നഗ്രഹത്തെ പറ്റി പുരാതന കാലത്തെ ഋഷിമാരും മറ്റും പ്രവചിച്ചിരിക്കാം. ഇതിൽ നിന്നും ഭൂമിയെ രക്ഷിക്കാനുള്ള സൊല്യൂഷനും അവർ കണ്ടു കാണും. അങ്ങനെ ഈ ആസ്ട്രോയിഡിനെ നശിപ്പിക്കാൻ ശേഷിയുള്ള എന്തോ ഒരു സംഭവത്തെ പറ്റി പണ്ട് കാലത്ത് പറഞ്ഞിട്ടുണ്ടാവണം. ആ സംഭവത്തെ തപ്പിയാവണം വില്ലനും നായകനും നായികയും പോകുന്നത്. ഒപ്പം ടൈം ട്രാവലും. ഇപ്പൊ ടൈം ട്രാവൽ ചെയ്ത് രാമായണ മഹാഭാരതമൊക്കെ നേരിട്ട് കണ്ടാലുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കാൻ. അങ്ങനെ ശംഭാവിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാനുള്ള ആ സംഭവമായി എനിക്ക് തോന്നിയത് ഈ ടൈറ്റിൽ തന്നെ ഉണ്ട്. വാരണാസി എന്ന ടൈറ്റിലിന് മുകളിൽ ഒരു അസ്ത്രം കാണാം, അമ്പും വില്ലും. അതിനെ നമ്മളൊരു ക്ലോക്ക് ആയിട്ട് വേണമെങ്കിൽ കാണാം. അത്തരത്തിലൊരു മിസ്റ്റീരിയസ് ടൈറ്റിലാണിത്. പക്ഷെ നമുക്കിതിനെ ഒരു അസ്ത്രമായിട്ട് തന്നെ എടുക്കും. ഗ്ലിംസിൽ ഇതുപോലൊരു ഷോട്ട് കാണിക്കുന്നുണ്ട്. ആ അസ്ത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശത്തിലൂടെയാണ് ഈ ടൈറ്റിൽ റിവീൽ ചെയ്യുന്നത് പോലും. അപ്പോ ഈ അസ്ത്രത്തിന് കഥയിൽ പ്രാധാന്യമുണ്ട്. ഇതിൽ കുംഭകർണന് നേരെയാണ് രാമൻ ആ അസ്ത്രം എടുക്കുന്നത്. രാമൻ കുംഭകർണനെ വധിക്കാൻ ഉപയോഗിച്ച അസ്ത്രം ഇന്ദ്രാസ്ത്രമാണ്. അപ്പോ ഈ ആസ്ട്രോയിഡിനെ നശിപ്പിച്ച് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി ഇന്ദ്രാസ്ത്രം തപ്പിയാകും നായകൻ ലോകം മൊത്തം കറങ്ങുന്നത്. ഈ ഇന്ദ്രാസ്ത്രത്തിന്റെ തെളിവുകൾ ഭൂമിയുടെ പല ഭാഗത്തായിട്ടാവും കൊടുത്തിട്ടുണ്ട്. ഭാവിയിൽ വരാൻ പോകുന്ന ദുരന്തത്തിനെ നേരിടാനുള്ള ഊർജ്ജത്തെ പറ്റി അക്കാലത്തെ ഋഷികൾ പല സൂചനകളും ഭൂമിയുടെ പല ഭാഗത്തായി കൊടുത്തിട്ടുണ്ടാവാം. ഡയറക്റ്റ് ആയിട്ടൊന്നും കൊടുക്കത്തില്ലല്ലോ, കാരണം അർഹതയില്ലാത്ത കൈകൾ എത്തിയാൽ ഊർജം ദുരുപയോഗം ചെയ്യപ്പെടും. ഇത് പണ്ടുകാലം മുതൽ ദൈവത്തിന്റെ കഥകളിൽ വരെ ഫോളോ ചെയ്ത് വരുന്നൊരു പാറ്റേൺ ആണ്. ഇനി അസ്ത്രം കൊണ്ട് വില്ലന് കൂടി ഒരു മരണം കിട്ടിയാൽ പാരഡോക്സ് കറക്റ്റായി. ഈ ജന്മത്തിലും ആ ജന്മത്തിലും ഒരേ അസ്ത്രം കൊണ്ട് മരണം. ഫാന്റസി ആയതുകൊണ്ട് എന്ത് കാണിക്കാം. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ പടത്തിന്റെ കഥയായി പറഞ്ഞത് എന്റെ വ്യക്തിപരമായ തിയറിയാണ്, എന്റെ വെറും ഊഹം. ഇതിനെല്ലാം ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തപ്പോ എന്റെ ചിന്താഗതി എങ്ങോട്ടൊക്കെയോ പോയി. അപ്പോ ഇതിനെങ്ങനെ ഉണ്ടാ മതി. അപ്പൊ തൽക്കാലം ഇത്രയാണ് വീഡിയോ. കുറെ നാളായിട്ട് നമ്മൾ ഡീകോഡിങ്ങിന്റെ പിന്നാലെയാ. നമ്മുടെ അപ്ഡേറ്റ്സ് ഒക്കെ മുടങ്ങി കിടക്കും. അപ്പോ നാളെ മുതൽ മുടങ്ങാതെ അപ്ഡേറ്റ്സ് തരാം. ഓക്കെ, ബൈ.